ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS 4ാമത്തെ യൂണിറ്റ് കലാകേരളം. ഓക്കെ, ആദ്യം നമുക്കിവിടെ തന്നിട്ടുള്ള ഒരു കുറിപ്പ് വായിക്കാം. ആദ്യമായി എനിക്കിന്ന് സ്കൂൾ കലോത്സവത്തിൽ 2 സമ്മാനങ്ങൾ കിട്ടി. നാടോടി നൃത്ത മത്സരത്തിന് 1ാം സമ്മാനവും ലളിതഗാനത്തിന് 2ാം സമ്മാനവും. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ അവതരിപ്പിച്ച നാടകത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സനൂജിൻ്റെ പ്രസംഗം, നിളയുടെ മോണോ ആക്റ്റുമായിരുന്നു. ഓക്കെ, ഇനി നീതുവിൻ്റെ ഡയറി വായിച്ചല്ലോ. നീതുവിന് ഏതൊക്കെ മത്സരങ്ങളിലാണ് സമ്മാനം ലഭിച്ചത്? ഏതൊക്കെയാണ്? നാടോടി നൃത്ത മത്സരത്തിൽ 1ാം സമ്മാനവും ലളിതഗാനത്തിന് 2ാം സമ്മാനവും അല്ലേ? ഇനി സ്കൂൾ കലോത്സവത്തിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടത്താറുള്ളത്? ഏതൊക്കെയാണ്? ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? സ്റ്റേജിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും, പിന്നെ സ്റ്റേജിൽ അല്ലാതെ നടത്തുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. സ്റ്റേജിൽ അവതരിപ്പിക്കുന്നവ ഏതൊക്കെ സ്റ്റേജിൽ ഉണ്ടാവുക? മെയിനായിട്ട് ഒപ്പന നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒപ്പന, കഥകളി, നാടകം, മോഹിനിയാട്ടം, ഭരതനാട്യം, പ്രസംഗം, ഇങ്ങനെ കുറേ സ്റ്റേജിൽ അവതരിപ്പിക്കും. സ്റ്റേജ് ആവശ്യമില്ലാത്ത ഇനങ്ങൾ ഏതൊക്കെ? കഥാരചന, കവിതാരചന, പോസ്റ്റർ നിർമ്മാണം, അങ്ങനെ ചിത്രരചന, ഇഷ്ടം പോലെ അല്ലേ? നമ്മൾ പങ്കെടുക്കാറുള്ളതല്ലേ? പത്രത്തിൽ കലോത്സവ വിജയികളുടെ വർണ്ണചിത്രങ്ങൾ കണ്ട നിള അമ്മയോട് ചോദിച്ചു, തിരുവാതിരക്കളി പെൺകുട്ടികൾ മാത്രമാണോ അമ്മയെ അവതരിപ്പിക്കുന്നത്? അപ്പോൾ അമ്മ എന്താ പറയണേ? അതേ മോളെ, തിരുവാതിരക്കളി സ്ത്രീകളുടെ സംഘനൃത്തമാണ്. തിരുവാതിരക്കളി നമ്മൾ ഓണത്തിനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വട്ടത്തിൽ നിന്നിട്ട് നടുവിൽ വിളക്കൊക്കെ വെച്ച് കളിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടിയാണ് ഇത് കളിക്കുന്നത്. നിള ചോദിച്ചു, അമ്മേ, കലോത്സവത്തിൽ മാർഗംകളി അവതരിപ്പിച്ചപ്പോഴും നിലവിളക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പം അമ്മ എന്താ പറയണത്? അതെ, മാർഗം കളിക്കും നടുവിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗം കളിക്ക് ആലപിക്കുന്നത്. മാർഗം കളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം. തിരുവാതിരക്ക് കേരളീയ വേഷമാണ് ധരിക്കുക. അമ്മ പിന്നെന്താ പറയണത്? സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കളിക്കുന്ന മറ്റേതെങ്കിലും കലാരൂപം അറിയാമോ? അപ്പം നിള പറയും, ഒപ്പനയും വട്ടപ്പാട്ടുമൊക്കെ വട്ടത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പം അമ്മ എന്താ പറയണേ? ശരിയാ, മുസ്ലിം സമൂഹത്തിൽ പ്രചാരത്തിലുള്ള ഒപ്പനയും വട്ടപ്പാട്ടും വട്ടത്തിൽ നിന്നു തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒപ്പന കളിക്കുമ്പോൾ നടുവിൽ ഒരാളെ ഇരുത്തുന്നത് കണ്ടിട്ടില്ലേ? അപ്പം നിള പറഞ്ഞു, അത് കല്യാണ പെണ്ണിനെയല്ലേ? അപ്പം അമ്മ, അതെ, വിവാഹ ആഘോഷങ്ങളിലെ സംഘനൃത്തമാണല്ലോ ഒപ്പന. വധുവിൻ്റെ ചുറ്റും നിന്നാണ് നൃത്തം ചെയ്യുന്നത്. വട്ടപ്പാട്ട് ആരാണ് അവതരിപ്പിക്കുന്നതെന്നറിയാമോ? നിള എന്താ പറഞ്ഞത്? ആൺകുട്ടികളല്ലേ? അമ്മ, അതെ, പുരുഷന്മാരാണ് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ ആണൊപ്പന എന്നും പറയാറുണ്ട്. ഒപ്പനയുടെ ഫോട്ടോ കണ്ടുവിടെ. ഇത് പെൺകുട്ടികളുടെ ഒപ്പന. പിന്നെ ആൺകുട്ടികളുടെ ഒപ്പന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തുണിയും ബനിയനൊക്കെ ഇട്ടിട്ട് വട്ടത്തിൽ നിന്നിട്ട് അവതരിപ്പിക്കുന്നതാണ് വട്ടപ്പാട്ട്. ഓക്കെ, അപ്പോൾ നിള പറയുന്നത്, അമ്മേ, മംഗളം കളിയും വട്ടത്തിൽ നിന്നാണല്ലോ അവതരിപ്പിക്കുന്നത്. പത്രത്തിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോൾ അമ്മ പറയും, മംഗലം കളി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് പ്രചാരത്തിലുള്ളത്. അതും കല്യാണത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന കലാരൂപമാണ്. ഇതാണ് മംഗലം കളി. മംഗലം കളിയുടെ ഫോട്ടോ അവിടെ കണ്ടോ? ഓക്കെ, അപ്പോൾ നിള, മംഗലം കളിയും സ്ത്രീകളല്ലേ കളിക്കുന്നത്? അപ്പം അമ്മ, പ്രധാനമായും സ്ത്രീകളുടെ സംഘമാണ് മംഗലം കളി അവതരിപ്പിക്കുന്നത്. പുരുഷന്മാർ പാട്ട് പാടുകയും കൈകൊട്ടുകയും ചെയ്യുന്നു. കല്യാണക്കളി എന്നും ഇതിനു പേരുണ്ട്. ഇനി തുടർന്ന് തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള വില്ലടിച്ചാൻ പാട്ടിനെ കുറിച്ചും അമ്മ വിവരിച്ചു. എന്താണ്? വാദ്യോപകരണം എന്ന നിലയിൽ തയ്യാറാക്കിയ വലിയ വില്ല്, കുടം, മണി കെട്ടിയ കോല് എന്നിവ ഉപയോഗിച്ച് താളമിട്ടുകൊണ്ട് വില്ലടിച്ചാൻ പാട്ട് അവതരിപ്പിക്കുന്നത്. അംഗവിക്ഷേപങ്ങളും അഭിനയവും കൊണ്ട് പാട്ടിനെ ദൃശ്യപ്പൊലിമ വരുത്തുന്നു. ഇതാണ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. വില്ലടിച്ചാൻ പാട്ടിൻ്റെ കൂടെ അഭിനയവും ആക്ഷനൊക്കെ ഇട്ടിട്ടാണ് ഇത് അവതരിപ്പിക്കുക. ഇനി ഇവിടെ അടിയിൽ കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പാട്ടുപാടി തിരുവാതിര കളിക്കുന്നു. മാർഗം കളിക്ക് ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത്.
എന്നാൽ മണവാളൻ്റെ ഗുണങ്ങൾ മണവാട്ടിക്കു മുമ്പിൽ ഒപ്പനപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു. നായാട്ട്, തൊഴിൽ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു കാര്യവും മംഗലം കളിപ്പാട്ടിൻ്റെ വിഷയമാകാം. വില്ലടിച്ചാൻ പാട്ട് വന്ദനഗാനത്തോടെയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് കലാഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഓരോന്നിനെ പറ്റിയിട്ടുമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് തെയ്യത്തിനെ പറ്റിയാണ് പറയുന്നത്. തെയ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഫോട്ടോ കണ്ടില്ലേ, ഇത് എവിടെയെങ്കിലും ടി വിയിലോ ഫോണിലോ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും തെയ്യം. എന്താണ് തെയ്യം? കലാബോധവും ഈശ്വരഭക്തിയും സമ്മേളിക്കുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം. വടക്കൻ കേരളത്തിലാണ് തെയ്യം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത്. ഇതിന് തെയ്യാട്ടം, കളിയാട്ടം എന്നീ പേരുകളുമുണ്ട്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്ന് അഭിപ്രായമുണ്ട്. ദൈവം എന്നുള്ള ആ ഒരു വേർഡിൽ നിന്നാണ് ഈ തെയ്യം എന്നുള്ള വേർഡ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ തെയ്യാട്ടം ദൈവത്തിൻ്റെ കോലം മീൻസ് രൂപം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കെട്ടിയ ആട്ടമാണെന്ന് പറയാം. ദൈവത്തിൻ്റെ പോലെ രൂപം കെട്ടിയ ആട്ടമാണെന്നാണ് പറയുന്നത്. നിയതമായ ഒരു അവതരണക്രമം തെയ്യാട്ടത്തിനുണ്ട്. പ്രധാന വാദ്യം ചെണ്ടയാണ്. കൂടാതെ മന്ദളം, ഇലത്താളം, കൊമ്പ് എന്നിവയും ഉപയോഗിക്കുന്നു. വാദ്യമേളത്തിൽ താളത്തിനനുസരിച്ച് നടക്കുന്നതാണ് തെയ്യാട്ടം. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന പദപ്രശ്നം ചിത്രങ്ങൾക്കും നിർദ്ദേശത്തിനും അനുസരിച്ചിട്ട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പദപ്രശ്നം തന്നിട്ടുള്ളത് ഇത് നമ്മൾ മുമ്പ് കുറേ പാഠങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് സിമ്പിളാണ് നോക്കിയിട്ട് ചെയ്യാൻ. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? വലത്തോട്ടുള്ളതാണ് ഫസ്റ്റ്. ഒന്നാമത്തത് എന്താ? നമ്മളിപ്പോൾ കണ്ട മംഗലം കളി. അപ്പോൾ ഈ ഫസ്റ്റ് ബോക്സിൽ നമ്മൾ വലത്തോട്ട് നേരെ മംഗലം കളി ലം അവിടെ ഉണ്ട്. ബാക്കി മംഗലം പിന്നെ കളി എഴുതി കൊടുക്കുക. പിന്നെ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തതും വലത്തോട്ട് തന്നെയാണ്. ഏതാണ്? ഒപ്പന. അപ്പോൾ രണ്ടാമത്തെ ഈ കള്ളിയിലും നമ്മൾ നേരെ വലത്തോട്ട് ഒപ്പന എന്ന് എഴുതി കൊടുക്കുക. പിന്നെ മൂന്നാമത്തത് ഏതാണ്? തെയ്യം. അവിടെ ഉണ്ട്. തെയ്യം എന്നുള്ള തെയ്യം എന്ന് അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നാലാമത്തത് തെയ്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ്? നമ്മളിപ്പോൾ വായിച്ചു എന്താണ്? ചെണ്ടയാണ്. അപ്പോൾ നമ്മൾ നാലാമത്തത് വലത്തോട്ട് അവിടെ ഉണ്ട്, അവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ അഞ്ചാമത്തത് ഏതാണ്? മാർഗംകളി. അപ്പോൾ അഞ്ചാമത്തെ ബോക്സിലും വലത്തോട്ട് മാർഗംകളി എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ആറാമത്തത് ഏതാണ്? തിരുവാതിര അല്ലേ. ആറാമത്തെ ബോക്സിൽ തിരുവാതിര എന്ന് എഴുതി കൊടുക്കുക. പിന്നെ താഴോട്ട് ഒന്ന് തന്നിട്ടുണ്ട്. താഴോട്ട് ഏതാണ്? താഴോട്ടുള്ളതാണ് കഥകളിയാണ് ഈ ചിത്രം. അപ്പം നമ്മൾ ഏഴാമത്തതെന്ന് താഴേക്ക് ഈ 4 ബോക്സിൽ കഥകളി എന്ന് എഴുതി കൊടുക്കുക. ചിത്രത്തിൽ കാണുന്ന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതൂ. ഇവിടെ 4 ചിത്രത്തിൻ്റെ രൂപങ്ങൾ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താണ്? ഗേൾസിൻ്റെ ഭരതനാട്യമാണ് പിക്ചർ കണ്ടിട്ട്. പിന്നെ സെക്കൻഡ് ചാക്യാർ കൂത്ത് എന്ന് പറയുന്ന ഒരു കലയാണ്. പിന്നെ മൂന്നാമത്തത് എന്താണ്? ബോയ്സിൻ്റെ ഭരതനാട്യം. ഇതൊക്കെ നമ്മൾ സാധാരണ സ്കൂൾ കലോത്സവത്തിനൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ നാലാമത്തെ ചിത്രം എന്താണ്? നാടോടി നൃത്തമാണ്. വേഷം കണ്ടിട്ട് നാടോടി നൃത്തം. ഓക്കെ. ഈ കലാരൂപങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് പതിപ്പ് നിർമ്മിക്കൂ. അതാണ് നിങ്ങൾക്കുള്ള വർക്ക്. പിന്നെ എന്താണ്? നീതുവിന് കലോത്സവത്തിന് 2ാം സ്ഥാനം ലഭിച്ചത് ഏത് ഇനത്തിനാണ്? ലളിതഗാനത്തിനാണ് അല്ലേ. ലളിതഗാനം പോലെ സംഗീതത്തിനു മാത്രം പ്രാധാന്യമുള്ള മറ്റേതൊക്കെ സംഗീത രൂപങ്ങളുണ്ട്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, കർണാടക സംഗീതം. ലളിതഗാനം നിങ്ങൾക്കറിയാലോ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കൊട്ടി പാടുന്ന ഗാനം, കവിത പോലുള്ള വരികളാണ് ലളിതഗാനം. പിന്നെ അതേപോലെ പ്രാധാന്യമുള്ള ഏതൊക്കെ സംഗീതങ്ങളാണ്? നമുക്ക് ഭക്തിഗാനം പറയാൻ പറ്റും. ഭക്തിഗാനം, പിന്നെ ഗസലുകൾ, നാടൻ പാട്ടുകൾ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. പിന്നെ ചുവടെ കൊടുത്തിരിക്കുന്ന വായ്ത്താരി എല്ലാവരും ചേർന്ന് പാടിയാലോ? നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരിതാണ്. ഓ തിത്തിത്താര തിത്തിത്തേയ് തിത്തേയ് തക തെയ്തോ. അപ്പോൾ ഈ പാട്ട് തുടർന്ന് വരികൾ പാടി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ ഈ പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പാടി നോക്കിക്കോളിട്ടോ. ഏതാണ്? കുട്ടനാടൻ പുഞ്ചയിലെ ആ പാട്ടാണിത്. ഇനി അടുത്തത് നാടൻ പാട്ടുകൾ. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വായ്മൊഴിയായി പകർന്നു വന്നവയാണ് നാടൻ പാട്ടുകൾ.
ഇവ സംഭാഷണ ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവയാണ്. ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷി, തൊഴിൽ, വിനോദം, ആചാരം എന്നിങ്ങനെ അനേകം വിഭാഗങ്ങളിലുള്ള നാടൻപാട്ടുകളുണ്ട്. നാടൻപാട്ട്. പിന്നെ ശാസ്ത്രീയ സംഗീതമാണ് അടുത്തത്. കൃത്യമായ ആലാപന രീതികളോടും ചിട്ടകളോടും കൂടി അവതരിപ്പിക്കുന്ന സംഗീത വിഭാഗമാണ് ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതത്തിൽ രണ്ട് വിഭാഗങ്ങളായ കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും കേരളം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി 500-ലധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ട്. മുസ്ലിം സമൂഹത്തിൽ ഏറെ പ്രചാരമുള്ള പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ. വടക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രത്യേക മലയാള ഭാഷയിലാണ് അറബി മലയാളം. പ്രത്യേക മലയാളം ഭാഷയിലാണ് ഈ പാട്ടുകൾ കൂടുതലും രചിച്ചിട്ടുള്ളത്. മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ട് രചയിതാക്കളുടെ പ്രമുഖൻ. സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്, പെയിന്റിങ് തുടങ്ങിയ മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഈ ചിത്രങ്ങൾ കണ്ട് പരിചയമുണ്ടോ? ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവ ലോക പ്രശസ്ത ചിത്രകാരനും കേരളീയനുമായ രാജാ രവിവർമ്മ വരച്ചതാണ്. ആധുനിക ചിത്രകലയെ കേരളത്തിൽ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതായത് അദ്ദേഹമാണ്, ഈ രാജാ രവിവർമ്മയാണ് ആദ്യമായിട്ട് ഇതുപോലുള്ള പെയിന്റിങ്, ജലച്ചായം തുടങ്ങി വെച്ചത്. അയാളെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ചലനശേഷി നൽകിയ വീഡിയോ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് കുറേ ചിത്രം വരച്ചിട്ട് അതിന് ചലനശേഷിയുള്ള പോലെ ആക്കുന്ന അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളുടെ പകർപ്പുകൾ ശേഖരിച്ച് സ്കൂളിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരച്ച കുറച്ച് ചിത്രങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എണ്ണിയാൽ തീരാത്ത അത്ര ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ. പൂരം കാണാൻ കൊണ്ടുപോകണമെന്ന് അമ്മയോട് പറയണം. ഒരു കുട്ടി ഇവിടെ ചിന്തിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. തൃശ്ശൂരിൽ നടക്കുന്ന ഒരു വലിയ, ഒരുപാട് ആനകളൊക്കെ വരുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. നിങ്ങളുടെ നാട്ടിലും ഉത്സവങ്ങളില്ലേ? ഏതൊക്കെയാണവ? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ, ദീപാവലി, ഇഷ്ടംപോലെ ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇനി അവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ചുമർപത്രിക തയ്യാറാക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ളത്? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. ഈ ഓണപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. തുടർന്നുള്ള വരികൾ കൂടി കണ്ടെത്തി ഈണത്തിൽ പാടുക. ഇനി നിളയുടെ സ്കൂളിലെ ഓണാഘോഷത്തിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ്? തിരുവാതിരക്കളി കുട്ടികളുടെ, പിന്നെ ഓണപ്പൂക്കളം, മാവേലി, പുലിക്കളി എല്ലാം ഉണ്ട്. നമ്മുടെ ദേശീയോത്സവമാണല്ലോ ഓണം. നിങ്ങളുടെ സ്കൂളിലും വീട്ടിലും എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് എൻ്റെ പരിസരപഠന പാഠപുസ്തകത്തിൽ എഴുതൂ. ചിത്രത്തിൽ കാണുന്ന ആഘോഷങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഏതാണ്? ഫസ്റ്റ് ചിത്രം ക്രിസ്മസ് ആണ്. ക്രിസ്മസിനെ പറ്റി നമുക്ക് എങ്ങനെ കുറിപ്പ് എഴുതാം? ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുനാളാണ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ക്രിസ്മസ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ഈ തിരുനാൾ ഡിസംബർ 25-നാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ക്രിസ്മസ് സന്ദേശം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയുമാണ്. ഈ ദിവസങ്ങളിൽ വീടുകളും പള്ളികളും വർണ്ണ വിളക്കുകളാലും നക്ഷത്രങ്ങളാലും അലങ്കരിക്കുന്നു. ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും പുൽക്കൂട് നിർമ്മിക്കുന്നതും ഈ ആഘോഷത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ആളുകൾ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒത്തുചേരുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു.
പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കി വിരുന്നൊരുക്കുന്നതും ഈ ദിവസത്തെ സന്തോഷകരമാക്കുന്നു. ക്രിസ്മസ് ഫാദറിൻ്റെ വരവും കരോൾ ഗാനങ്ങൾ കുട്ടികൾക്ക് ഏറെ ആവേശം പകരുന്ന കാഴ്ചകളാണ്. മതപരമായ ആചാരങ്ങൾക്കപ്പുറം ക്രിസ്മസ് എന്നത് ഒരുമയുടെയും പങ്കുവെക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി എല്ലാ ജനവിഭാഗങ്ങളും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മളെ സ്കൂളിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാറില്ലേ? എങ്ങനെയാണ്? ക്രിസ്മസ് അപ്പൂപ്പ ഉണ്ടാവും, പിന്നെ അതുപോലെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യും. അപ്പം ഞാൻ അതിനെ പറ്റിയൊരു കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് നോക്കി എഴുതാം. പിന്നെ ഇവിടെ രണ്ടാമത്തെ ചിത്രം കൊടുത്തിരിക്കുന്നത് പെരുന്നാളിൻ്റെയാണ്. പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ പെരുന്നാളിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് കുറിപ്പ് എഴുതാൻ പറ്റും? എന്താണ്? ഈദുൽ ഫിത്തർ. ചെറിയ പെരുന്നാൾ എന്നാണ് ഈദുൽ ഫിത്തർ. 2 തരം പെരുന്നാളുണ്ട്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഉണ്ടല്ലേ. ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം റമളാൻ നോമ്പിന് ശേഷം വരുന്നതാണ്. ഈദുൽ ഫിത്തർ എന്നത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഈദുൽ ഫിത്തർ വരുന്നത്. ഈ ദിവസം ആളുകൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടി ഭക്ഷണം പങ്കുവയ്ക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്യുന്നു. ദരിദ്രർക്ക് ദാനധർമ്മങ്ങൾ നൽകുകയും ഈ ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈദുൽ ഫിത്തർ സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. എന്താണ് ദരിദ്രർക്ക് ദാനധർമ്മങ്ങൾ നൽകുക എന്ന് പറയുന്നത്? നമ്മൾ പെരുന്നാൾക്ക് അരിയൊക്കെ ആൾക്കാർക്ക് ദാനം കൊടുക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി പെരുന്നാളിനെ പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കുറിപ്പെഴുതുക. ഓക്കെ. നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇഷ്ടമുള്ള മറ്റു ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലേ? അവ ഏതൊക്കെ എന്ന് കുറിക്കുക, കൂട്ടുകാരോടും പങ്കുവയ്ക്കുക. പിന്നെ ഈ പാഠത്തിൻ്റെ വിലയിരുത്താനും കൂടി പറയാം. ഫസ്റ്റ് യോജിക്കുന്നവ വരച്ച് ചേർക്കാനാണ്. ഒന്നാമത്തത് എന്താണ്? ഓട്ടം തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. പിന്നെ മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖൻ ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. പിന്നെ ലോക പ്രശസ്ത ചിത്രകാരൻ നമുക്കെല്ലാവർക്കും അറിയാം, രാജാ രവിവർമ്മ. സംഗീതജ്ഞനായ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. പിന്നെന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക കലകൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കാൻ. ഏതൊക്കെയാണ്? ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന 2 എഴുതിയാൽ മതി. കഥകളി പറയാം. കേരളത്തിൻ്റെ തനതായ ശാസ്ത്രീയ നൃത്ത നാടകമാണ് കഥകളി. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കഥകളാണിതിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ മോഹിനിയാട്ടം കേരളത്തിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നാണിത്. ലാളിത്യവും ലാസ്യവുമാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ തെയ്യം വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമാണിത്. ദേവതകളെ സങ്കല്പിച്ചു കെട്ടിയാടുന്ന ഈ കലാരൂപം പ്രാദേശിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഓട്ടം തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ സാമൂഹിക വിമർശനം ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ എഴുതുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് അവസാനിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് തുടങ്ങാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.